ഹലോ കൂട്ടുകാരെ, അന്നാടോം പാട്ടുമേളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ചെറിയ ഫേസ് പാക്ക് പരിചയപ്പെടാം. നിങ്ങളെൻ്റെ ഈ കവിളിൽ ഇത് കണ്ടില്ലേ, ഇത് ഇവിടം വരെ ഉണ്ടായിരുന്നു ഈ റിങ്കിൾസിൻ്റെ പാട്. പക്ഷേ അത് ഞാനൊരു ചെറിയ ഒരു ഹോം റെമഡിയൊക്കെ ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം വീട്ടമ്മമാർക്ക് ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ചെറിയ ടിപ്പാണ് ഞാൻ തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പാക്കിലേക്ക് പോകാം, വന്നോളൂ. ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് ഇത് വെൾട്ടാണിമട്ടി, ഇത് കടലമാവ്, ഒരു സ്പൂൺ തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, ശുദ്ധമായ മഞ്ഞളാണേ, ഒരു ഐസ് ക്യൂബ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ ഫേസ് പാക്ക് തയ്യാറാക്കാൻ പോകുന്നത്. ഞാൻ എടുത്ത് വെച്ചിരുന്ന ഐസ് ക്യൂബില്ലേ, അതെടുത്ത് മുഖമൊക്കെ ഒന്ന് നന്നായി തേച്ചിങ്ങനെ സ്ക്രബ് ചെയ്യുന്ന മതി തേക്കുക. നല്ല സുഖമാണ് കേട്ടോ. കണ്ണിന് മേളിലൊക്കെ ഇങ്ങനെ ഒന്ന് വെക്കണം, നല്ലൊരു തണുപ്പ് കിട്ടും, സുഖമാണ്, നല്ല സുഖം. ആഹാ, ഇത് കൊടുത്ത് ഞാൻ നന്നായിട്ടൊന്ന് ഐസ് വെച്ച് നന്നായി ഒന്ന് മസാജ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ തൈരിലേക്കും മഞ്ഞൾപ്പൊടിയിലേക്കും ഞാൻ ആദ്യം അല്പം കടലമാവ് ചേർത്തു. നമുക്ക് എത്രയാണ് വേണ്ടത്, ഒരു സമയമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടേ ഇതിൻ്റെ എല്ലാം അളവ് ക്രമീകരിച്ച് ചെയ്യാവുള്ളൂ. അത് കഴിഞ്ഞ് ഞാനിതിലേക്ക് ഒരു സ്പൂൺ വെൾട്ടാണിമട്ടിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് മുഖത്തിടുക, അത്രയേ ഉള്ളൂ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് കഴുകി, നല്ല തണുത്ത വെള്ളത്തിൽ വേണം കഴുകാൻ. കഴുകിയിട്ട് നിങ്ങൾ മുഖം ഒന്ന് നോക്കൂ, ആദ്യം കണ്ടതിൽ നിന്ന് ഒത്തിരി വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും. അപ്പം ഞാൻ ആ കൂട്ടെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കത് മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ കൂട്ടുകാരെ, ഞാൻ ആ ഫേസ് പാക്ക് എൻ്റെ ഫേസിലെല്ലാം നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കൈ കൊണ്ട് തന്നെ അപ്ലൈ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ അടുക്കളയിൽ കിട്ടുന്ന സാധനങ്ങൾ തന്നെയല്ലേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയാം. ഇതിനകത്ത് നാരങ്ങനീര് ചേർക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ ചേർക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ ഇതൊന്നും ചേർത്തില്ല. ഞാൻ വെൾട്ടാണിമട്ടി, അതുപോലെ തന്നെ നമ്മളുടെ കടലമാവ്, തൈര്, കുറച്ച് മഞ്ഞൾപ്പൊടി, അതിന് ഐസ് വെച്ചിട്ട് ഐസിൻ്റെ ഒരു ക്യൂബ് വെച്ചിട്ട് മുഖം നിറയെ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കിട്ടും. അത് അത്യാവശ്യമാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ. ചെയ്ത് നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് പറയൂ. ഇതൊരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴുകി കാണിച്ചിട്ട് എൻ്റെ ഫേസിൻ്റെ ഒരു പിന്നെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ കൂട്ടുകാരെ, ഏകദേശം എൻ്റെ ഈ പാക്കൊക്കെ ഒന്ന് ഉണങ്ങി ഞാനത് നന്നായിട്ട് റബ്ബ് ചെയ്യുകയാണ്. തുടച്ച് കളയാം. വ്യത്യാസം നോക്കൂ നിങ്ങൾ. വാവ്, ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. ഹായ് കൂട്ടുകാരെ, നമ്മുടെ പാക്ക് അങ്ങനെ നല്ല സൂപ്പറായിട്ട് എഫക്റ്റ് ചെയ്തെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ റിങ്കിൾസ് ഇവിടം വരെ ഉണ്ടായിരുന്നു, നല്ല പാടായിരുന്നു. അതൊക്കെ ഇതിൻ്റെ ഇപ്പം ഞാനിപ്പോൾ ഒരു 1 മന്ത് ആയിട്ടേ ഉള്ളൂ ഇങ്ങനെ സ്ഥിരമായിട്ട് ഇട്ട് തുടങ്ങിയിട്ട്. ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ പരീക്ഷിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മയാണ്. അപ്പം സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ അത്ര പണമൊന്നുമില്ല മുടക്കാൻ. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒത്തിരി നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ അത് വാങ്ങിക്കാനുള്ളൊരു ചുറ്റുപാടിലല്ല. അപ്പോൾ അതിനാൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ ചെയ്യാറുണ്ട്. അപ്പം നിങ്ങളും അങ്ങനെ ചെയ്ത് നോക്കുക. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് ഇട്ട് നോക്കിയിട്ട് പറയണം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ് ചെയ്യുകയും കൂടെ ചെയ്യണം കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളുടെ ഒരു വിരൽത്തുമ്പ് കൊണ്ട് എത്രയോ ജീവിതങ്ങൾ രക്ഷപ്പെടും. അപ്പം ഞാനിത് നല്ലൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടായിരിക്കണം. അപ്പം അടുത്തൊരു വീഡിയോ കാണാൻ വരെ, ചിലപ്പോൾ ആ വീഡിയോ നമുക്ക് എന്തെങ്കിലും ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ കുക്കിങ്ങിൻ്റെ ആയിരിക്കും. അപ്പോൾ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗായിട്ട് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവരും സുരക്ഷിതമായിരിക്കുക, സന്തോഷമായിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ.